നമ്മളവിടെ പോവാണേ ഡെലിവറിക്കോ പോണേ പാർട്ടിക്ക് എന്ത് ഡെലിവറി? നമ്മൾ സ്കൂക്കൊന്നല്ല വേണം, നമ്മള് നോമ്പറക്കലിന് പോവാണ്. ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്ന് ഒരു പുതിയ പരിപാടിക്ക് പോകണം. പുതിയ പരിപാടിക്കെന്നല്ല, നമ്മളെ ഇവിടെ ലണ്ടനിൽ വന്നിട്ട് 3ാമത്തെ ടൈമാണ് നമ്മളെ നോമ്പ് റമദാൻ മാസം. പക്ഷെ ഇതുവരെയായിട്ട് നമുക്കൊരു ഇഫ്താർ പാർട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റമദാനിൽ. അപ്പോൾ ലിവർപൂൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഫ്താർ പാർട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിക്ക് റെഡി നിൽക്കുകയാണ്, വണ്ടി കാത്തിക്കുകയാണ് അല്ലേ. ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ. കാരണം ഇങ്ങനത്തെ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു സന്തോഷമുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടും പരിചയപ്പെടാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പരിപാടി എന്ന് നാട്ടിലത്തെ ഒരു ഫീൽ. നാട്ടിൽ നിന്ന സമയത്ത് നമുക്ക് ഈ റമദാൻ 17 അങ്ങനെയൊക്കെ സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ സമൂഹ നോമ്പറുണ്ടാവും. അന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തല കാണിച്ച് വന്ന് ഇങ്ങനെ അവിടെ എണ്ണക്കടി ഉണ്ടാക്കലും ഫ്രൂട്ട്സ് വെട്ടലും സെറ്റ് ചെയ്യലും ആ ബിരിയാണി ആ തിരക്ക് എന്താ പറയുക, മിസ് ചെയ്ത പരിപാടികളൊക്കെ റബ്ബി സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് നാട്ടിലൊക്കെ പോയിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ പങ്കെടുക്കാൻ, പക്ഷെ സാധിച്ചിട്ടില്ല ഇവിടെ വന്നുകൊണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ആ ഒരു സങ്കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഒരു പ്രോഗ്രാമിന് പോവാണ്. അപ്പോൾ നമ്മുടെ ലിവർപൂൾ പ്രോഗ്രാമാണ്, ലിംകക്കാരാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളായിട്ട് ഞങ്ങൾ കാണിക്കാം. കാർ വന്നിട്ടുണ്ട്, ഞങ്ങൾ കാറിൽ കയറിയിട്ട് പോവാണ് ഊബറിൽ പരിപാടി സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗ്ലാസ് വെള്ളം, ജ്യൂസ്, പിന്നെ കുറച്ച് പൊരിക്കടികളും അതുപോലെ ഫ്രൂട്ട്സും നല്ലതായിട്ട് ഒരു 10-300 ആൾക്കാർക്കുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടാണ് നമ്മളെ പിള്ളേർ ഇത് പരിപാടി ഒപ്പിച്ചിട്ടുള്ളത്. പക്ഷെ വന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീല്, ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഒരു നോമ്പ് തുറ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം വളരെ. അങ്ങനെ ഞങ്ങൾ അവിടെ നോമ്പ് തുറന്ന് ഇവിടെ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ വന്ന്. ഇവിടെ പള്ളി അടിപൊളി പള്ളി, എന്താണ് രസം, ഭയങ്കര ഒരു ഫീലായി ഈ പള്ളി കണ്ടപ്പോൾ. വാ വാ വാ, പള്ളിയുടെ ഉള്ളിൽ കയറിയും ഇനി കിട്ടോ അങ്ങോട്ടോ. അതാ മെച്ചി നിസ്കരിച്ച് വരുന്നുണ്ട്. അടിപൊളി പള്ളി അല്ലേ, ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും ഫുഡ് കഴിക്കാൻ കയറുകയാണേ. നമസ്കാരം കഴിഞ്ഞ് വന്നു, എല്ലാരും കുറവേ വന്നല്ലോ. എല്ലാരും ഇരുന്നേക്കണ്. നിങ്ങൾ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് മുൻകാലങ്ങളിലുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടത്. അതിൻ്റെ അകത്തൊരു വാക്യം കൂടി അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ തക്കവയുള്ളവർ, അതായത് ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ളവർ. അതിനുള്ള ഒരു സന്ദർഭമായിട്ടാണ് നമുക്ക് ഈ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ നോമ്പ് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ശാരീരികവും അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്യാൻ ഈ നോമ്പ് നമുക്ക് ഉപകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ രണ്ടാമതൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്, സക്കാത്ത് എന്ന് പറയുന്നത്. ഖുർആനിലെ നമസ്കാരത്തിന്റെ ഒപ്പം ഏറ്റവും കൂടുതൽ അറിവ് ആര് പറഞ്ഞു തന്നാലും നല്ലൊരു കാര്യമാണ്. പക്ഷേ അറിവ് പറഞ്ഞു തരുന്ന ഇടയിൽ പെട്ടെന്ന് എനിക്ക് ആ ബിരിയാണിയുടെ സ്മെല്ലടിച്ചു. അതുകൊണ്ട് ഞാൻ മെല്ലെ കിച്ചണിലോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ബാക്കിയുള്ള ക്ലാസ് ഇവിടെ നടക്കട്ടെ, നമുക്ക് അടുക്കളയിൽ എന്താ നോക്കാം. ഭാഗമായി വളരെയധികം അംഗങ്ങളെ നമ്മുടെ സംഘടനയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. കിസ് പ്രോഗ്രാം, വെള്ളം തരാം, വെള്ളം കൊടുക്കാം കേട്ടോ. ഞാൻ ഓരോരുത്തരുടെ പേര് വാങ്ങിക്കാം. അതിലൂടെ നമ്മോട്
അപ്പുറത്ത് കുറച്ച് ആളുകളെ പേരൊക്കെ വിളിച്ച് പരിപാടി നടത്തുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ഈ പരിപാടിയിലേക്ക് ഉണ്ടാക്കി തന്ന സ്നാക്സുകളും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയതാണ്. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അവിടെ നോക്ക് ഫോട്ടോ ഫോട്ടോ അവിടെ അപ്പോൾ സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് ആളുകളെല്ലാം ഫുഡ് കഴിക്കുന്ന തിരക്കിലോട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഫുഡ് കഴിക്കണം, നമുക്കും അതുകൂടെ ഫുഡ് കഴിക്കാം. പരിപാടി നടന്നുകൊണ്ട് ഇടയ്ക്കിടെ പെട്ടെന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, സുന്ദരന്മാരെല്ലാം വരികയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ സുന്ദരന്മാരെല്ലാം കൂടിയപ്പോൾ അവർ പറഞ്ഞു അടുത്ത സുന്ദരിമാരെയും ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ സുന്ദരിമാരും കൂടി ഒരു ഫോട്ടോ എടുത്തു. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമുക്കൊരു പെരുന്നാൾ സംബന്ധിച്ചൊരു പരിപാടി ഉണ്ടാക്കുന്നുണ്ടെന്ന്. പരിപാടി എന്തുണ്ടാക്കിയാലും നമുക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമേ ഉള്ളൂ. കാരണം ഇതൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന സന്തോഷങ്ങളുള്ളത്. അങ്ങനെ പല ആളുകളും ഒരുപാട് മലയാളികൾ കൂടിയ ഒരു വലിയൊരു സംഘടന ഈ പരിപാടി ഇതുപോലെ വിജയിക്കട്ടെ, ഇനി വരുന്ന പരിപാടി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകണം. ആകെ 1 മൈലുള്ളത് വീട്ടിലേക്ക്, അടുത്ത് തന്നെയാണ്. സുനോ ഇങ്ങോട്ടൊക്കെ, സുനു സർ എങ്ങനെയുണ്ട് പ്രോഗ്രാം? പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അടുത്ത പ്രാവശ്യമേ അവിടെ ഡാൻസ് ഒക്കെ ഉണ്ട് തരേ പെരുന്നാക്ക്. അപ്പൊ സുനുവിന്റെ പേര് കൊടുക്കൂട്ടോ. എന്തിനോ അടിപൊളി. ഇനും സൂണും ഡാൻസ് കളിക്കൂട്ടോ. കളിക്കൂലേ? അടുത്ത പ്രോഗ്രാമിന് ഡാൻസ് കളിക്കൂലേ? അതിന്റെ ഷോപ്പിങ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ പറ, ബൈ പറ, ബൈ പറ, പറ. ഇതിൽ ക്യാമറയിൽ ഇപ്പിച്ചിട്ട് ഇവിടെ. ഓക്കെ.